ഗതാഗത നയം രൂപീകരിക്കുക എന്നത് പ്രധാന ലക്ഷ്യമാണെന്നും പ്രീ ലൈസൻസ് ട്രെയിനിംഗ് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കുന്നത് ആലോചനയിലാണെന്നും വകുപ്പ് മന്ത്രി CP ജോൺ. പണം കൊടുത്ത് സ്ഥലമാറ്റം വാങ്ങുന്നതടക്കമുള്ള യാതൊരുവിധ അഴിമതിയും വകുപ്പിൽ അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. തൃശൂർ പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ നീണ്ടുപോവാതെ ഒരു ഗതാഗത നയം, നമുക്ക് വ്യവസായ നയം പോലെ ഒരു ഗതാഗത നയം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യമായിട്ടുള്ളത്. റോഡ് സുരക്ഷയുടെ ഭാഗമായി ഗതാഗത സാക്ഷരതാ യജ്ഞം ആരംഭിക്കും. കൂടാതെ നയത്തിന്റെ ഭാഗമായി 10+2 വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട മാറ്റം കൊണ്ടുവരും. +2 പരീക്ഷ കഴിയുമ്പോൾ ലൈസൻസ് കിട്ടുന്ന തരത്തിൽ കുട്ടികൾക്ക് തന്നെ ഈ വാഹനത്തെക്കുറിച്ചും വാഹന നിയമങ്ങളെക്കുറിച്ചും 10-11 ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഒരു കരിക്കുലം തയ്യാറാക്കിക്കൊണ്ട് പ്രീ ലൈസൻസ് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം കൂടിയായി മാറിയ പ്രിയദർശിനി പദ്ധതി വകുപ്പിന് ലഭിച്ച പൊൻതൂവലാണ്. അതിന്റെ ഫുൾ ക്രെഡിറ്റും രാഹുൽ ഗാന്ധിക്കാണ്. എന്നാൽ പദ്ധതി കൂടുതൽ ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കുന്ന കാര്യം നിലവിൽ ആലോചിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം സ്വകാര്യ ബസ് മേഖലയുടെ പ്രശ്നങ്ങൾക്ക് അവർ പ്രതീക്ഷിക്കുന്നതിലും മികച്ച പരിഹാരം കാണുമെന്നും അതിന് കുറഞ്ഞത് 3 മാസമെങ്കിലും എടുക്കുമെന്നും അറിയിച്ചു. അവർ പ്രതീക്ഷിച്ചതിലധികം വേഗത്തിൽ നമ്മളൊരു കമ്മിറ്റി വെച്ചു. അവരുടെ കമ്മിറ്റി അവർക്ക് വളരെയധികം തൃപ്തി നൽകിയിട്ടുണ്ട്. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നതോ അതിനേക്കാളും ബെറ്ററായിട്ടുള്ളൊരു പരിഹാരം നമ്മൾ അതിനുണ്ടാക്കും. ബജറ്റ് ടൂറിസവും ഗ്രാമവണ്ടിയും കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന മികച്ചവയാണ്. അവയ്ക്ക് കൂടുതൽ വാഹനങ്ങൾ വേണം. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടതല്ലാതെ പണിയാൻ കഴിയാത്തത് ഗൗരവമായി കാണുന്നു. വിഷയത്തിൽ MLAയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയും ഉന്നതതല സമിതിയും വിലയിരുത്തി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തീരുമാനം. 940 ബസ്സുകൾ കടന്നു പോകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു നോഡൽ പോയിന്റാണ് തൃശൂർ ബസ് സ്റ്റാൻഡ്. അത് പൊളിച്ചു, പക്ഷെ പണിയാൻ പറ്റിയില്ല എന്നുള്ളത് വലിയൊരു വീക്ക്നെസ്സാണ്. അതിനൊരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വയ്ക്കും. തിരക്ക് പിടിച്ച് നീജർക്ക് റിയാക്ഷൻ, ഈ മുട്ട് അടിച്ചിട്ടുള്ള രീതിയിലല്ല, വളരെ നല്ല രീതിയിൽ തൃശ്ശൂരിലെ ഈ പരിപാടികൾ നമ്മൾ നടപ്പാക്കും. തേക്കിൻകാട് മൈതാനത്ത് രാഷ്ട്രീയ പരിപാടികൾക്ക് വിലക്കേർപ്പെടുത്തിയ കോടതി വിധിയിൽ തേക്കിൻകാട് പൊതു ഇടമായി നിലനിർത്തണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. അതൊക്കെ നമ്മുടെ പബ്ലിക് സ്പേസാണ്, പബ്ലിക് പ്ലേസുമാണ്. പബ്ലിക് സ്പേസിൽ നിന്നും പബ്ലിക് പ്ലേസിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തനത്തെ മാറ്റി നിർത്തുക എന്നുള്ളത് അതിൽ തന്നെ ഒരു രാഷ്ട്രീയമാണ്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. DYFIയുടെ ആശുപത്രികളിലെ പൊതിച്ചോറ് വിതരണം നല്ലതാണെന്നും പക്ഷേ രാഷ്ട്രീയവൽക്കരിക്കാതിരിക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭക്ഷണം കൊടുക്കുന്നത് നല്ല കാര്യമാണ്, പക്ഷെ അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മന്ത്രിയാണ് അത് പരിശോധിക്കേണ്ടത്. ഭക്ഷണം എൻ്റെ വീട്ടിൽ നിന്നും കൊടുക്കാറുണ്ട്. പൊളിറ്റിക്കലൈസ് ചെയ്യാതിരിക്കാൻ അവരും ശ്രദ്ധിക്കണം. TCV തൃശൂർ.